ഷെങ്കൻ വിസ കൈവശമുണ്ടായിരുന്നിട്ടും യൂറോപ്യൻ ദ്വീപ് രാജ്യമായ വടക്കൻ സൈപ്രസ് അതിർത്തിയിൽ ഒരു ഇന്ത്യക്കാരനെ തടഞ്ഞിരിക്കുകയാണ് അധികൃതർ. ഇന്ത്യൻ പാസ്പോർട്ടും ഷെങ്കൻ വിസയും UK സ്ഥിര താമസ രേഖയും വരെ കാണിച്ചിട്ടും അതിർത്തി കടക്കാൻ അധികൃതർ സമ്മതിച്ചില്ല. ടർക്കിഷ് റിപ്പബ്ലിക് ഓഫ് നോർത്തേൺ സൈപ്രസിൽ സന്ദർശനത്തിനെത്തിയ യാത്രക്കാരൻ ഇവിടുത്തെ കിഴക്കൻ തീരത്തുള്ള നഗരമായ ഫാമഗുസ്ത സന്ദർശിക്കാൻ പ്ലാനിട്ടിരുന്നു. ഫാമഗുസ്ത സൈപ്രസിലെ ഏറ്റവും ആഴമേറിയ തുറമുഖമാണ്. നിരവധി സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രം കൂടിയാണത്. ഡെറീനിയ അതിർത്തി ക്രോസിംഗിൽ എത്തിയപ്പോൾ ഇവരെ ഒന്നും പറയാതെ അധികൃതർ തിരിച്ചയക്കുകയായിരുന്നു. 2 ദിവസം മുൻപ് നിക്കോസിയ അതിർത്തി ക്രോസിംഗിലൂടെ ടർക്കിഷ് റിപ്പബ്ലിക് ഓഫ് നോർത്തേൺ സൈപ്രസിലേക്ക് ഒരു കുഴപ്പവും കൂടാതെ കടന്നതിനാൽ ഈയൊരു നടപടി അവർക്ക് ആശയക്കുഴപ്പമുണ്ടാക്കി. എന്താണ് കാരണമെന്ന് അറിയണമല്ലോ. പതിവ് പരിശോധന പ്രതീക്ഷിച്ചാണ് സദേൺ സൈപ്രസിൽ നിന്ന് റോഡ് വഴി ഡെറീനിയ അതിർത്തി ക്രോസിംഗിൽ എത്തിയത്. അതിർത്തി ഉദ്യോഗസ്ഥന് കയ്യിലുണ്ടായിരുന്ന രേഖകളെല്ലാം കൈമാറി. എല്ലാം പരിശോധിച്ച് ഒടുവിൽ ഇന്ത്യൻ പാസ്പോർട്ട് കണ്ടതോടെ ഉദ്യോഗസ്ഥന്റെ ഭാവം മാറി. ഇന്ത്യൻ പാസ്പോർട്ടുകാർക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം തടഞ്ഞു. ഒപ്പമുണ്ടായിരുന്ന 2 യൂറോപ്യൻ യാത്രക്കാർ ഒരു തടസ്സവുമില്ലാതെ കടന്നു പോവുകയും ചെയ്തു. നേരിടേണ്ടി വന്ന ദുരവസ്ഥ റെഡിറ്റിലൂടെയാണ് യാത്രക്കാരൻ പങ്കുവച്ചത്. യാത്ര എല്ലായ്പ്പോഴും സുഗമമായിരിക്കില്ല. പക്ഷേ കൃത്യമായ വിശദീകരണമില്ലാതെ പ്രവേശനം നിഷേധിക്കപ്പെടുമെന്ന് താൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് ഇദ്ദേഹം റെഡിറ്റിൽ കുറിച്ചു. ഫാമഗുസ്തയിലേക്ക് പോകാൻ വളരെ പ്രതീക്ഷിച്ചാണ് എത്തിയത്. എങ്കിലും ഇന്ത്യൻ പാസ്പോർട്ട് കണ്ട് ഭാവം മാറിയ ഉദ്യോഗസ്ഥന്റെ നടപടി ആശയക്കുഴപ്പമുണ്ടാക്കി. നിക്കോസിയ അതിർത്തി ക്രോസിംഗ് വഴി ഒരു പ്രശ്നവുമില്ലാതെ TRNCയിൽ പ്രവേശിച്ചിരുന്നുവെന്ന് പറഞ്ഞപ്പോൾ ചാടിക്കടിച്ചുകൊണ്ടാണ് ആ ഉദ്യോഗസ്ഥൻ വന്നത്. ഇത് പുതിയ നിയമമാണെന്നും ഇവിടുത്തെ നിയമങ്ങളൊക്കെ ഇപ്പോൾ മാറിയെന്നും ദേഷ്യപ്പെട്ട് പറഞ്ഞു. വിഷയത്തിൽ വ്യക്തത തേടി പിന്നീട് TRNC എംബസിക്ക് പ്രത്യേകമായി ഒരു മെയിൽ അയച്ചു. ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് ഇങ്ങനൊരു വിലക്കുണ്ടോ എന്നറിയണ്ടേ? സിറിയൻ, നൈജീരിയൻ അല്ലെങ്കിൽ അർമേനിയൻ പാസ്പോർട്ട് ഉടമകൾ ഒഴികെ TRNCയിലേക്ക് യാത്ര ചെയ്യുന്നതിന് മുൻപ് വിസ നേടേണ്ട ആവശ്യമില്ലെന്നായിരുന്നു മറുപടി. അതായത് ഇന്ത്യക്കാർക്ക് യാത്ര ചെയ്യാൻ ഒരു തടസ്സവുമില്ല. അപ്പോൾ ഡെറീനിയ അതിർത്തിയിൽ എന്താണ് സംഭവിച്ചത്? എന്തിനാണ് ആ ഉദ്യോഗസ്ഥൻ പ്രവേശനം നിഷേധിച്ചത്? യാത്രക്കാരന് കൂടുതൽ ആശയക്കുഴപ്പമായി. അന്യായമാണ് അവിടെ നേരിട്ടതെന്നും കയ്പ് കഴിച്ച പോലെയായിരുന്നു ആ സമയമെന്നും റെഡിറ്റിൽ അദ്ദേഹം അനുഭവം പങ്കുവെക്കുന്നുണ്ട്. അതിർത്തി കടന്നുള്ള തുർക്കി ഭാഗത്തെ റിവ്യൂ ഗൂഗിളിൽ നോക്കിയപ്പോൾ നിരവധി 1 സ്റ്റാർ റേറ്റിംഗുകൾ കണ്ടെത്തിയതായും ഇദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. തനിക്ക് മാത്രമാണോ ഇങ്ങനെയൊരു അനുഭവം നേരിട്ടതെന്ന അദ്ദേഹത്തിൻ്റെ സംശയത്തിനും ഉത്തരം ലഭിച്ചിരുന്നു. സമാന അനുഭവം നേരിട്ട മറ്റൊരു യാത്രക്കാരനും രംഗത്തെത്തി. പാശ്ചാത്യ പാസ്പോർട്ടുമായി എത്തുന്നവർക്ക് എല്ലാ സ്ഥലത്തും ഒരു തടസ്സവുമില്ലാതെ യാത്ര ചെയ്യുമ്പോൾ ഇന്ത്യൻ പാസ്പോർട്ടുകാർ പൊതുവെ അവഗണനകൾ നേരിടുകയാണെന്ന് കമന്റ് ബോക്സിൽ ആളുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വിദേശികൾ ഇന്ത്യൻ പാസ്പോർട്ട് പുച്ഛത്തോടെ പുഞ്ചിരിച്ച് തള്ളിക്കളയുന്നത് പതിവാണെന്നും ആളുകൾ പറയുന്നു. ഇന്ത്യൻ പാസ്പോർട്ടിന് ഇങ്ങനെയൊരു മോശം അനുഭവം കിട്ടുന്ന ആദ്യത്തെ അതിർത്തിയാണ് ഡെറീനിയെന്നും ആളുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇതിനെതിരെ എന്ത് നടപടിയാണ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ഉപയോക്താക്കൾ.